ബലാത്സംഗ കേസുകളിൽ മാനഭംഗം, ചാരിത്ര്യം നഷ്ടപ്പെട്ടു തുടങ്ങിയ പ്രയോഗങ്ങൾ ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി. ഇരയുടെ സ്വഭാവം, വസ്ത്രധാരണം, പെരുമാറ്റം എന്നിവയെക്കുറിച്ച് അഭിപ്രായം വേണ്ടെന്നും കോടതി വ്യക്തമാക്കി. ബലാത്സംഗ കേസിൽ പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. ബലാത്സംഗം, ലൈംഗികാതിക്രമം തുടങ്ങിയ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കോടതികൾ ഉപയോഗിക്കേണ്ട ഭാഷയും സമീപനവും സംബന്ധിച്ചാണ് രാജ്യത്തെ എല്ലാ കോടതികൾക്കുമായി പരമോന്നത കോടതി സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഇരകളെ കുറ്റപ്പെടുത്തുന്നതും ലിംഗവിവേചനം പ്രകടമാക്കുന്നതുമായ പ്രയോഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അതിജീവിച്ചവരെ കേന്ദ്രീകരിച്ചുള്ളതും ഭരണഘടനാ മൂല്യങ്ങളിൽ അധിഷ്ഠിതവുമായ സമീപനം സ്വീകരിക്കണമെന്നുമാണ് ഉന്നത കോടതിയുടെ നിലപാട്. സുപ്രീം കോടതി നിയോഗിച്ച മുൻ ജസ്റ്റിസ് അനിരുദ്ധ ബോസ് അധ്യക്ഷനായ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരമോന്നത നീതിപീഠത്തിന്റെ നിർദ്ദേശങ്ങൾ. രാജ്യത്തെ വിവിധ ട്രയൽ കോടതികളുടെ 125 വിധികൾ വിശദമായി പഠിച്ച ശേഷമാണ് സമിതി ഈ ശുപാർശകൾ സമർപ്പിച്ചത്. കോടതി വിധികളിലും ഉത്തരവുകളിലും കാലഹരണപ്പെട്ടതും സ്ത്രീവിരുദ്ധവുമായ പദപ്രയോഗങ്ങൾ ഒഴിവാക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. ചാരിത്ര്യം നഷ്ടപ്പെട്ടു, മാനഭംഗം സംഭവിച്ചു, നിസ്സഹായ സ്ത്രീ തുടങ്ങിയ പ്രയോഗങ്ങളും മാനം, ലജ്ജ, ശുദ്ധി എന്നീ വാക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരം പദങ്ങൾക്ക് പകരം അതിജീവിത, ഇര, പരാതിക്കാരി എന്നീ ഔദ്യോഗിക നിയമപദങ്ങൾ ഉപയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ലൈംഗികാതിക്രമങ്ങളെ ശാരീരിക ബന്ധം എന്ന് ലളിതവൽക്കരിക്കരുതെന്നും പകരം ബലാത്സംഗം, ലൈംഗികാതിക്രമം, ലൈംഗിക പീഡനം എന്നീ വാക്കുകൾ തന്നെ പ്രയോഗിക്കണമെന്നും ഉത്തരവിലുണ്ട്. കൂടാതെ ഇരയുടെ പെരുമാറ്റം, വസ്ത്രധാരണം, വ്യക്തിജീവിതം അല്ലെങ്കിൽ മുൻകാല ലൈംഗിക ചരിത്രം എന്നിവയെ അടിസ്ഥാനമാക്കി ഒരുവിധ അഭിപ്രായ പ്രകടനവും നടത്തുവാൻ പാടില്ല. അവളുടെ ജീവിതം തകർന്നു, ബാല്യം നശിച്ചു, കാമാസക്തി മൂലമാണ് കുറ്റകൃത്യം നടന്നത് തുടങ്ങിയ വൈകാരികമോ ധാർമ്മികമോ ആയ വിലയിരുത്തലുകൾ ഒഴിവാക്കണം. വിധികളുടെ ഭാഷ, വ്യക്തി സ്വാതന്ത്ര്യം, സമ്മതം, അന്തസ്സോടെയുള്ള ജീവിതം എന്നീ മൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേസ് വിചാരണ ഘട്ടങ്ങളിൽ കോടതികൾ പുലർത്തേണ്ട പ്രധാന നിരീക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. മാനസികാഘാതം മൂലം പരാതി നൽകാൻ വൈകുന്നത് സമ്മതത്തിന്റെ തെളിവായി കരുതരുത്. ശരീരത്തിൽ പരിക്കുകളില്ലെന്നതോ ശക്തമായി എതിർത്തില്ല എന്നതോ ലൈംഗിക ബന്ധത്തിന് സമ്മതം നൽകിയതായി വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇതിനു പുറമെ വിചാരണ വേളയിൽ അതിജീവിച്ചവരുടെ സ്വകാര്യതയും അന്തസ്സും ഉറപ്പാക്കാനും നിർദ്ദേശങ്ങളുണ്ട്. ഇരയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചോ ലൈംഗിക ചരിത്രത്തെക്കുറിച്ചോ അപമാനകരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കരുത്. ആവശ്യമായ സാഹചര്യങ്ങളിൽ ഇൻ ക്യാമറ വിചാരണ, സാക്ഷി സംരക്ഷണം, നിയമസഹായം, മുൻകൂർ കൗൺസിലിംഗ് എന്നിവ ഉറപ്പാക്കണം. പ്രതികളിൽ നിന്നുള്ള ഭീഷണികൾ തടയുകയും കോടതി മുറിക്കുള്ളിലെ അനാവശ്യ ജനക്കൂട്ടം നിയന്ത്രിക്കുകയും ചെയ്യണം. നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളിൽ ലിംഗസമത്വവും ഇരകളോടുള്ള സഹാനുഭൂതിയും ഉറപ്പാക്കുന്നതിൽ സുപ്രീം കോടതിയുടെ ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ നിർണായകമായ വഴിത്തിരിവാകും.